നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 11-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 29-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പൂയ നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. പൂയ നക്ഷത്രം ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ഇന്നത്തെ ആഴ്ച ചൊവ്വാഴ്ചയാണ്. ശരിക്ക് പ്രപഞ്ചത്തിലെ ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. ആ ആഴ്ചയ്ക്ക് ആ ദിവസത്തെ സ്വാധീനിക്കാനുള്ള ശക്തി കൂടുതലാണ്. പ്രപഞ്ചം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ഓരോ ദിവസം ഓരോരുത്തർക്കായിട്ട്. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം കുറച്ച് നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഗ്രഹമാണ്. അപ്പോൾ നമ്മളൊരു മോശപ്പെട്ട റോഡിലൂടെ അല്ലെങ്കിൽ ഒന്നിൽ ഗട്ടർ റോഡിലൂടെയോ ഹൈ റേഞ്ചിലൂടെയോ ഇടുങ്ങിയ റോഡിലൂടെയോ നമുക്ക് അപകട മേഖലയേറിയ റോഡിലൂടെയോ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ ശ്രദ്ധിച്ചേ സഞ്ചരിക്കുകയുള്ളൂ, കെയർലെസ് ആയിട്ട് പോകത്തില്ല. അതുപോലെയാണ് ഓരോ ദിവസത്തിൽ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആക്സിഡൻ്റ് ഉണ്ടാവും. അഗ്നികാരകനാണ്, അപ്പോൾ അഗ്നിഭയം ഉണ്ടാവാം. അതുപോലെ ശത്രുഗ്രഹമാണ് ചൊവ്വ, ശത്രുക്കളുടെ എണ്ണം കൂടാം. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി തടസ്സം ഉണ്ടാവുമെന്ന് കണ്ടുപോകണം. വണ്ടി ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ ഇടപെടരുത്. നമ്മൾ പതുക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നമ്മൾ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതല്ല, അതുകൊണ്ട് ഞാൻ അതിപ്പോൾ കേട്ടില്ല എന്നും പറഞ്ഞങ്ങ് നിൽക്കുക. ചിലപ്പോൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ ചിലപ്പോൾ താഴോട്ടുള്ള നമ്മളെ കീഴ് ജീവനക്കാരോട് വല്ലതും പറഞ്ഞാൽ പോലും അവരന്ന് നല്ല സെൻസിലെടുക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആകിലും അന്നത്തെ ദിവസം അങ്ങ് വിട്ട് കളയണം. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഓരോ ദിവസം നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി എല്ലാ ദിവസവും 6 മണിക്ക് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ആ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ ഇന്നത്തെ ഫലം നിങ്ങളെ അറിയിക്കുന്നതിന് കാരണം. അത് ഉപയോഗപ്പെടുത്തുന്ന എത്ര പേരെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് അവരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അത് നോക്കി പോകുന്നവർക്ക് റിസൾട്ടും ഉണ്ടാകുമെന്നതിന് സംശയം വേണ്ട. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പൂയ നക്ഷത്രക്കാർ, മകരമാസത്തിലെ പൂയ നക്ഷത്രക്കാർക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഈ ഒരു വർഷത്തെ ഫലത്തെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ശരിക്ക് വളരെ ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായി പ്രശ്നങ്ങളുണ്ടാവും. അതായത് ബൗണ്ടറി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുപോലെ പ്രശ്നങ്ങൾക്ക് ഇടവരാം. അല്ലെങ്കിൽ തന്നെ കേസോ വഴക്കോ പ്രശ്നങ്ങളിൽ കുടുങ്ങാം. ആക്സിഡൻറ്റ് വരാം. സർജറിക്ക് വിധേയമാവാം. അതുപോലെ തന്നെ കാര്യതടസ്സം ഉണ്ടാവാം. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് പോകണം ഈ ഒരു വർഷക്കാലം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വഴിയിലൂടെ പോവുകയാണ് നമ്മൾ ഈ ഒരു വർഷക്കാലം സഞ്ചരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാം? അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്കിതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നത്, നമുക്കിതിൻ്റെ ദോഷത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മുരുക ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം. അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയി കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. ഇതൊന്നുമില്ലെങ്കിൽ നല്ല പോലെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ട്. എല്ലാ ഐശ്വര്യവും എല്ലാ നെഗറ്റീവ്സും ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. അത് നമ്മളെ എത്രത്തോളം നമ്മൾ സ്വീകരിച്ചെടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഉയർച്ച താഴ്ചകൾ ഓരോ വ്യക്തിക്കും ഉണ്ടാവണേ. എന്തിനേയും മാറ്റാനുള്ള ശക്തിയുണ്ട് നമ്മൾ വിചാരിച്ചാൽ. നമ്മൾ വിചാരിക്കണം, അല്ലാതെ ആരെങ്കിലും മാറ്റിത്തരും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു സുബ്രഹ്മണ്യ യന്ത്രം, ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ സുബ്രഹ്മണ്യ യന്ത്രം ശത്രുദോഷമൊന്നും ആക്കാതിരിക്കാൻ വേണ്ടി, ശത്രുക്കളാണ് കൂടുതൽ ചൊവ്വയിൽ വരാൻ സാധ്യത. അപ്പോൾ ശത്രു സംഹാര യന്ത്രവുമായി ചേർത്ത് ഒരു കവചം നമുക്ക് ദേഹരക്ഷയായിട്ട് ഒരു വർഷക്കാലവും നമ്മളെ കയ്യിലോ പേഴ്സിലോ ദേഹരക്ഷയായിട്ടോ നമുക്കൊപ്പം ഉണ്ടാവണം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും സമയം നല്ലതല്ല. ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. ഉച്ചയ്ക്കാണ് രാഹുകാലം. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത്
ശരിക്ക് 3 മണിക്കല്ല. രാവുകാല സമയം 3:34 ആരംഭിക്കുകയുള്ളൂ. 5 മണി 1 മിനിറ്റ് വരെ രാവുകാല സമയമാണ്. 4:30 തീരെയൊന്നുമില്ല. അപ്പോൾ രാവുകാല സമയം വളരെ സൂക്ഷിച്ചായിരിക്കണം ഇന്ന് യാത്ര തുടങ്ങേണ്ടത്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവുകാലവും ഗുളികകാലവും ഒന്നും നോക്കാൻ പറ്റില്ല. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റോ അതുപോലെ കാര്യങ്ങളോ സുപ്രധാനമായ മീറ്റിങ്ങുകളോ സുപ്രധാനമായ ഡിസിഷനോ ഒക്കെ എടുക്കുന്നത് ഈ ഗുളികകാല സമയത്ത് യമകണ്ഠകാല സമയത്തും ചെയ്യരുത്. ഇന്നത്തെ ഗുളികകാല സമയം വരുന്നത് 12:39 തൊട്ട് 2 മണി 6 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയും. ഈ സമയം അവർക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. കാരണം പ്രപഞ്ചത്തിൽ തന്നെ അവർക്ക് ശക്തിയുള്ള സമയമാണ് ഗുളികനും യമകണ്ഠനും. ഇന്നത്തെ ദിവസവും നല്ലതല്ല. അപ്പോൾ ദിവസം നിൽക്കുന്ന ചൊവ്വ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അവർക്ക്. നെഗറ്റീവ് ഗ്രഹങ്ങൾ എപ്പോഴും നെഗറ്റീവ് ദോഷങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 15 മിനിറ്റ് തൊട്ട് 1 മണി 3 മിനിറ്റ് വരെ 48 മിനിറ്റ് നേരമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്ക് വേണോ നമുക്കെടുക്കാം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ് ഈ സമയം. അപ്പോൾ മൊത്തത്തിൽ നല്ലതല്ല. എന്തെങ്കിലും കാര്യം എടുത്ത് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ചെയ്യുക. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളുടെ ചൊവ്വയുടെ കാഠിന്യം കുറയ്ക്കാനും ചൊവ്വയിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാനുമായിട്ട് റെഡ് കളറ്, ചുവന്ന കളറ് അല്ലെങ്കിൽ ചുവന്ന കളർ മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അല്ലെങ്കിൽ ചുവന്ന പൊട്ട് ധരിക്കുന്നവരാണെങ്കിൽ പൊട്ടായിട്ട് നെറ്റി തൊടുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും നമ്മളുടെ നെഗറ്റീവ് ദോഷം അകറ്റാനും സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.